മഖാന ഉപയോഗിച്ചിട്ട് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന എന്നാൽ വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു സ്നാക്കിൻ്റെ റെസിപ്പി നമുക്ക് ഇന്ന് നോക്കിയിട്ട് വന്നാലോ. വെൽക്കം ബാക്ക് ടു ഡൈൻ വിത്ത് ആൻ. ഞാനിവിടെ ഒരു 3 കപ്പ് മഖാന എടുത്തിട്ടുണ്ട്. നമ്മുടെ നാട്ടിലിപ്പോൾ സൂപ്പർ മാർക്കറ്റ്സിലൊക്കെ ഈസിലി അവൈലബിൾ ആണ് ഈ മഖാന എന്ന് പറയുന്നത്. ലോട്ടസ് സീഡ്സ് എന്നൊക്കെ അറിയപ്പെടും. ഒരുപാട് ഹെൽത്ത് ബെനിഫിറ്റൊക്കെ ഉള്ള ഒരു ഐറ്റമാണ് മഖാന എന്ന് പറയുന്നത്. ഞാനിവിടെ ഒരു പാനിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നെയ്യാണെങ്കിലും ചേർക്കാം കേട്ടോ. അങ്ങനെയാണെങ്കിൽ കൂടുതൽ ടേസ്റ്റി ആയിരിക്കും. ഇനി ഇതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള മഖാന നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ചെറു തീയിൽ വെച്ചിട്ട് ഒന്ന് വറുത്തെടുക്കുകയാണ് വേണ്ടത്. ഒരു 2 മുതൽ 3 മിനിറ്റ് വരെ വേണ്ടി വരും. ഞാനിപ്പോൾ ഇരുമ്പിൻ്റെ ചീനിച്ചിട്ട് എടുത്തിട്ടുള്ളത്. അത് കാരണം തന്നെ 3 മിനിറ്റ് കൊണ്ട് തന്നെ നന്നായിട്ട് ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. നോർമൽ നോൺ സ്റ്റിക്ക് പാനൊക്കെ ആണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ കുറച്ചുകൂടി സമയം എടുത്തേക്കാം കേട്ടോ. ഇനി ഇത് പാകമായി എന്ന് അറിയുന്നത് എപ്പോഴാണെന്ന് വെച്ചാൽ നമ്മളിതുപോലെ ഒരു മഖാന എടുത്തൊന്ന് പൊടിച്ച് നോക്കിക്കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ പൊടിഞ്ഞ് കിട്ടുന്ന ഒരു പരുവമായിരിക്കണം. നല്ല ക്രിസ്പി ആയിട്ട് വന്നു കഴിഞ്ഞാൽ ഇത് പാകമായി നമുക്ക് മനസ്സിലാക്കാം. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ഞാൻ ഇതിലേക്ക് 1 നുള്ളു മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എരിവിന് വേണ്ടിയിട്ട് 1/4 ടീസ്പൂൺ മുളക് പൊടി, അതേപോലെ തന്നെ 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി, ആവശ്യത്തിനുള്ള ഉപ്പ്, ഏകദേശം ഒരു 1/4 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത്രയും ചേർത്തിട്ട് നമുക്ക് നന്നായിട്ട് ഒന്നുകൂടിയിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ മസാലയൊക്കെ മഖാനയിൽ നന്നായിട്ട് ഒരേപോലെ ഒന്ന് കോട്ടായിട്ട് കിട്ടുന്നത് വരെ നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഈ മസാലയൊക്കെ നിങ്ങളുടെ ഓരോരുത്തരുടെയും ടേസ്റ്റിന് അനുസരിച്ചിട്ട് നിങ്ങൾക്ക് മാറ്റിയൊക്കെ എടുക്കാവുന്നതാണ് കേട്ടോ. ഇനി നമുക്കിതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ജീരകം പൊടിച്ചത് കൂടി ചേർത്ത് കൊടുക്കാം. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ചാട്ട് മസാല ചേർത്ത് കൊടുക്കാം. അതേപോലെ ഡ്രൈ മാംഗോ പൗഡർ, അങ്ങനെ എന്ത് വേണമെങ്കിലും നമുക്ക് നമ്മുടെ ഇഷ്ടത്തിന് ചേർത്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ. ഇതെല്ലാം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഈ ചട്ടിയിൽ നിന്ന് ഇതൊന്ന് മാറ്റി വേറൊരു ബൗളിലേക്കൊന്ന് വെക്കണം. എന്നിട്ട് നന്നായിട്ട് ചൂടാറുന്നത് വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ചൂടാറിയതിന് ശേഷം നമുക്കിതൊരു എയർ ടൈറ്റ് ആയിട്ടുള്ള കണ്ടെയ്നറിൽ നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കാവുന്നതാണ്. ഇത് ചൂടോടുകൂടിയും കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റാണ്. കുട്ടികൾക്കൊക്കെ കഴിക്കാൻ പറ്റിയൊരു ഹെൽത്തി ആയിട്ടുള്ളൊരു സ്നാക്കാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുത് കേട്ടോ. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ. വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.